സാമ്പത്തിക രംഗത്ത് വൻ കുതിപ്പിൽ ഭാരതം. സാമ്പത്തിക വർഷത്തിന്റെ മൂന്നാം പാദമായ ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ GDP 8.4% വളർച്ച നേടി. ഇതിനു മുൻപ് 2022-23 അവസാന പാദത്തിലാണ് രാജ്യം വൻ വളർച്ച രേഖപ്പെടുത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, സാമ്പത്തിക രംഗത്ത് വൻ കുതിപ്പിലേക്ക് കടക്കുകയാണ് ഭാരതം. GDP നിരക്കിൽ ഗണ്യമായ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങൾ. തീർച്ചയായും ലക്ഷ്മി, 2012 GDP കോൺസ്റ്റന്റ് റേറ്റിലെ മാറ്റം, അതായത് വളർച്ചയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോൺസ്റ്റന്റ് റേറ്റിൽ തന്നെ 8.4% വളർച്ച നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെയുള്ള മൂന്നാം പാദത്തിൽ ഉണ്ടായി എന്ന വിവരങ്ങളാണ് ഇപ്പോൾ സാമ്പത്തിക മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്നത്. 7.6 എന്ന സ്ഥിര വളർച്ചാ നിരക്കിലേക്ക് ഭാരതം നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഈ വർഷത്തിൽ എന്നതിന് തെളിവായിട്ട് കൂടിയാണ് 8.4 വളർച്ചാ നിരക്ക് 2012 കോൺസ്റ്റന്റ് ഗ്രോത്ത് റേറ്റിൽ തന്നെ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 7.7% വളർച്ചയിലേക്ക് രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ എത്തിക്കുക എന്ന നീക്കത്തിന്റെ ഭാഗമായുള്ള നടപടികളായിരുന്നു പ്രധാനമായും കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുകയും നടപ്പിലാക്കുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിർമ്മാണ രംഗത്ത് 2 ഡിജിറ്റ്, അതായത് 10%-ലേറെ വളർച്ച രേഖപ്പെടുത്തിയ ഒരു വർഷം കൂടിയായിരുന്നു. സ്വാഭാവികമായും ഈ വളർച്ചയുടെ നിർമ്മാണ രംഗത്തും അതുപോലെ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ രംഗത്തുമുണ്ടായ ശക്തമായ മാറ്റങ്ങൾ, ശക്തമായ നിക്ഷേപങ്ങൾ തന്നെയാണ് ഇത്തരത്തിലൊരു വളർച്ചയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇനി വരാനിരിക്കുന്ന, അതായത് ഡിസംബർ വരെക്ക് ശേഷം ജനുവരി മുതൽ മാർച്ച് വരെയുള്ള അവസാന പാദത്തിലുള്ള വളർച്ചയും 8% കൂടുതലായിരിക്കുമെന്ന് തന്നെയാണ് ഫോർകാസ്റ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും 7.6 എന്ന സ്ഥിര വളർച്ചാ നിരക്കിനേക്കാൾ കൂടിയ നിരക്ക്, അതായത് 8-ന് സാങ്കേതികമായ 1% താഴെയോ അല്ലെങ്കിൽ 8% തന്നെയോ ആകുന്ന ഒരു വളർച്ചയിലേക്ക് രാജ്യം ഈ സാമ്പത്തിക വർഷം എത്തുമെന്ന സൂചന തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. തീർച്ചയായും ഇത് 2022 റിവൈസ് റേറ്റുമായി കണക്കാക്കുമ്പോൾ 10%-ലേറെ വളർച്ചകൾ നേടിയിരിക്കുന്നു എന്നാണ് സാമ്പത്തിക മന്ത്രാലയത്തിലെ കണക്കുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. സ്വാഭാവികമായും ഈ നിക്ഷേപ രംഗത്തും അതുപോലെ തന്നെ പ്രത്യേകിച്ച് നിർമ്മാണ രംഗത്തുമുണ്ടായ മാറ്റങ്ങൾ കാര്യക്ഷമമായ ഒരു വളർച്ചയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു. അതുപോലെ തന്നെ ഈ GDP ഗ്രോത്തും സ്വാഭാവികമായി ടാക്സിന്റെ അറേഞ്ച്മെന്റ്സ്, അതായത് GST ഉൾപ്പെടെയുള്ള ടാക്സുകളുടെ റീഅറേഞ്ച്മെന്റുകൾ നടക്കുന്നതോടുകൂടി കുറെ കൂടെ വലിയ തോതിൽ ബിസിനസ് നടക്കുന്നു. ഈ ബിസിനസിന്റെ തത്വങ്ങളെല്ലാം തന്നെ പ്രായോഗികമാകുന്നതിന്റെ ഭാഗം കൂടിയാണ് ഈ വളർച്ച എന്നാണ് കണക്കാക്കപ്പെടുന്നത്. രോഹിണി, ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്.